സിനിമയിലേക്ക് അവസരം. രജനീകാന്ത് സിനിമയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടുന്നു. ആരും ഫോൺ ഉണ്ടാ കോഴിക്കോടല്ലേ ഷൂട്ട് എടുക്കുന്ന രജനീകാന്തിന്റെ ഉപ്പാനെല്ലാം വിളിക്കും. അല്ല ഞാൻ ടെൻഷൻ കയറിയിട്ട് ഉപ്പാനെല്ലാം വിളിച്ചിട്ട് 9633253835 രജനീകാന്തിന്റെ സിനിമയിലേക്ക് ആർക്കെല്ലാം ചാൻസ് വേണ്ടേ? എല്ലാവർക്കും സമയത്രടാ 9 മുതൽ 18 വരെ അല്ലേ? ഡേറ്റ് എല്ലാം കഴിഞ്ഞില്ലേ? ഡേറ്റ് അടുത്തടുത്ത്. ഹലോ, ഇതില് ഇങ്ങനെ സിനിമയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടുന്നു പറഞ്ഞൊരു പോസ്റ്റർ കണ്ടു. അപ്പൊ എങ്ങനെയാ, എന്ത് റോളാ, എവിടെയാ വരേണ്ടത്, എങ്ങനെയാന്ന് നമുക്ക് ചാൻസ് കിട്ടുമോ? നമ്മള് എറണാകുളത്തുനിന്നാ. ദുൽഖറിന്റെ പടത്തിലാ? നമ്മളിവിടെ ഒരു 3, 2, 3, 4, 5, 6 പേരുണ്ട് നമ്മള്. ആ 50 ആളോ? 50 ആളില്ല, നമ്മൾ 6 പേരേ ഉള്ളൂ. നമ്മളൊരു ടീമാണ്, 6 ആൾക്കാരുള്ള. നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? എന്ത് സീന്? ഗാലറിയിൽ ക്രിക്കറ്റ് കളി കാണുന്നേ ഓഡിയൻസ് ആയിട്ടോ? അപ്പൊ അഭിനയിക്കാൻ ഇതില്ല. നമുക്ക് എന്തെങ്കിലും ഡയലോഗുള്ള എന്തെങ്കിലും റോള് കിട്ടുമോ? ഓ, അതിങ്ങനെ നോക്കാലാ. ഇങ്ങനെ കേറിയ ഡയലോഗുള്ള റോള് കിട്ടുമായിരിക്കല്ലോ കുറച്ച് കഴിഞ്ഞാല്. ഇങ്ങനെ തന്നെ അല്ലേ എല്ലാവരും അല്ലേ? ചേട്ടന് ഇതിന്റെ എന്തിന്റെ പരിപാടിയാ? ചേട്ടന് ഇതിൽ എന്തിന്റെ പരിപാടിയാ? ആൾക്കാരാക്കുന്നതാണോ? പ്രൊഡക്ഷനാണോ? കാസ്റ്റിംഗ് അല്ലേ? ആ, ശരി. നമ്മളെന്നാ 6 പേരും വരട്ടെ. ഫോട്ടോ അയക്കാം. ഇപ്പൊ എല്ലാ എവിടെയാ വരേണ്ടത്? സ്ഥലം എവിടെയാ? ഫോട്ടോ അയച്ചുതരാം. പിന്നെ എത്ര പൈസ കിട്ടും ഒരാൾക്ക്? വയസ്സന്മാരെ വേണ്ട. അപ്പൊ നമ്മള് 4 ആളെ. അപ്പൊ 5 പേരേ ഉള്ളൂ. ഒരാള് വയസ്സായ ആളാ. അപ്പൊ 5 പേരെ ഉണ്ടാവും കേട്ടോ. അവർക്ക് അഭിനയിക്കാൻ പറ്റൂല. 45 വയസ്സുണ്ട്. സതീശ നീ വേണ്ട. 45 കുഴപ്പമില്ല. അപ്പൊ എന്തായാലും 24-ാം തീയതി നമ്മളവിടെ ഉണ്ടാവും. നമ്മളിപ്പോ വാട്സപ്പിൽ ഫോട്ടോ അയച്ചുതരാം കേട്ടോ. പിന്നെ ഒരാൾക്ക് എത്ര പൈസ കിട്ടും? 700? ബിരിയാണി ഉണ്ടോ? ഫുഡ് ഉണ്ടോ? ഫുഡ്? ഓ, താങ്ക് യു. അത് മതി. 700-ഉം ഫുഡും. ബിരിയാണി ആയിരിക്കൂലേ? ചേട്ടന്റെ പേരെന്താ? റിജു അല്ല? നമ്മളെന്തായാലും ഫോട്ടോ അയച്ചുതരാം. 25-ാം തീയതി നമ്മളെന്തായാലും ഒരു 5 ആളുണ്ടാവും. ഇല്ല, ലൊക്കേഷൻ അവര് പറഞ്ഞുതരും. എത്ര പേര് വേണം പറ, നമ്മൾ സെറ്റാക്കി തരാം. ആളുണ്ട്. എത്ര പേര് വേണം? 50 പേരാ? ഓക്കെ. ഒരു മിനിറ്റ് ചേട്ടാ. ചാറ്റ് 50 ആൾക്കാരോ വേണം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. പറ്റുന്നവരിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോ, ഇതിലേക്ക് വിളിച്ചോ. 700 ദുൽഖറിന്റെ സിനിമയാണ്. 700 രൂപയും ബിരിയാണിയും കിട്ടും. ബിരിയാണി ആയിരിക്കൂല മിക്കവാറും. 700 രൂപ ഫുഡും കിട്ടും. ഓക്കെ, പറ്റുന്നവരെല്ലാം വിളിച്ചോ. ചേട്ടാ എന്തായാലും കുറച്ച് കോൾ വരും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പിള്ളേരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മള് ഫോട്ടോ അയച്ചുതരാം. പിന്നെ ദുൽഖറുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ചാൻസ് കിട്ടോ? ചേട്ടാ പറ്റുമെങ്കിൽ ഒരു ഡയലോഗ് ഉള്ള ഒരു റോള് കിട്ടുവാണെങ്കിൽ നല്ലായിരുന്നു. കുറേ ആയി ഇതിന് ഇറങ്ങിയിട്ട്, ഇതുവരെ നല്ല റോളൊന്നും കിട്ടിയില്ല. ഇറങ്ങിത്തിരിക്കാം. ഞാൻ റെഡിയാ, ഞാൻ എല്ലാത്തിനും റെഡിയാ. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് എന്ത് അങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മാറിയിക്കട്ടെ, ഒരു കാര്യം പറയാം. അല്ല ചേട്ടാ, പിന്നെ ഞാൻ പിന്നെ ആരും പറയുന്ന കേട്ടാണ്, നമ്മളിങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റോളെല്ലാം കിട്ടും എന്നുള്ളൊരു ഇത് കേട്ടിന് സിനിമ ഫീൽഡിലെല്ലാം. അങ്ങനെ ഉണ്ടാ? അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മ എന്തിനും റെഡിയാണ്. ആണോ?
നിങ്ങള് ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാല് അവർക്ക് ക്യാമറമാർക്ക് ഡയറക്ടർമാർക്ക് നിങ്ങളെ ഫേസ് നിങ്ങളെ ബോഡി ലാംഗ്വേജ് ആ കഥാപാത്രത്തിന് പറ്റിയതാണ് നിങ്ങളെ അവര് വിളിച്ചുകൊണ്ട് കൊണ്ടുപോകും ഫ്രെയിം കൊണ്ടുവരണം. അല്ലാണ്ട് വേറെ ആണോ വേറെ കുറുക്ക് വഴിയൊന്നും ഇല്ലല്ലേ? വേറെ കുറുക്ക് ഓഡീഷൻ വേണ്ടി വരും. ഓഡീഷനോ? മനസ്സിലായി. അല്ല ഞാൻ ഓഡീഷൻ എല്ലാം പോയതാ. ഞാൻ ഒരിക്കൽ ഓഡീഷന് പോയിട്ട് മൊത്തം ഫ്ലോപ്പായി പോയി. എന്നെ കൊണ്ട് നടക്കുന്നുണ്ടായിട്ടില്ല. അല്ല നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ എന്തെങ്കിലും നടക്കുമോ? എന്തായാലും അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഹെൽപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തോ ആവാലോ. ചേട്ടൻ എന്താ അറിയാത്ത പോലെ. ഹലോ, പൊതുവേ സിനിമാ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇല്ലേ? അത് ഞാൻ അങ്ങനെ കേട്ട. അങ്ങനെയല്ല, നമ്മളൊരു ചേട്ടനോട് ഇത്രയും സംസാരിച്ച് പരിചയത്തിന്റെ പേരിൽ പറയുന്നതാണ് കേട്ടോ. അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് റെഡി ആവുന്ന അത്രേ ഉള്ളൂ. ഇനി അയാള് ചാൻസ് തരൂല. ദുൽഖർ സൽമാന്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയതാണ്. ആ ഇവൻ നശിപ്പിച്ചു. നീ എന്താ നശിപ്പിച്ചത്? നീ തന്നെ നശിപ്പിച്ചത്. അയാള് മാന്യമായിട്ട് സംസാരിക്കുമ്പോ ഞാനും മാന്യമായിട്ടല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്തിനും റെഡിയാണ്. പൈസ കൈക്കൂലി കൊടുത്തിട്ട് അടുത്ത കേസിൽ ഓടിക്കാണെങ്കിൽ ഞാൻ നോക്കൂല. കൈക്കൂലി കൊടുത്തിട്ട് ഇതെന്തിന്റെ ചിഹ്നാണ്? ഇതെന്തിന്റെ ചിഹ്നം? മഴവില്ല. എടാ അത് ചാറ്റ് അങ്ങനെ പലതും പറയാം. പൈസ എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. നല്ല റോള് പൈസ കൊടുത്ത് കിട്ടുമെങ്കിൽ ആരോ സൂപ്പർ ചാറ്റ് ഇട്ടിട്ടേ ഒരു ഷമീർ 1 hour ഒറ്റ റേറ്റ് പറ. ഷമീർ 1 hour ഒറ്റ റേറ്റ് മോഹൻ മാമൻ. എടാ മോഹന കളവ നിനക്ക് താങ്ങൂല റേറ്റ് കേട്ടാ. അല്ല നീ സാധാ റേറ്റ് പറ. 1 മണിക്കൂർ നീ ഇവിടെ നോർമലി 1 hour റേറ്റ് എന്താ? കൊച്ചിയിൽ എത്ര 1 മണിക്കൂർ? പാലാരി വട്ടത്ത് നിങ്ങൾക്ക് റേറ്റ് ഉണ്ടല്ലോ, അത് പറ. എല്ലാം ഇവിടുന്ന് കടമക്കുടി മാറ്റി ഓഫർ ഉണ്ടോ? എന്തോ 99 രൂപയാണ് കുറച്ച്. എന്തോ ഓഫർ. 2 ഓഫർ ഉണ്ട്. ഡബിൾ റേറ്റ് ഞാൻ പറയാം. ഡബിൾ ഓഫർ ഉണ്ട്. 10,000. എന്തിന്? നീ 10 കൊല്ലം പണിയെടുക്കാൻ വേണ്ട. അങ്ങനല്ല 1 hour കഴിച്ചത്. അല്ലല്ല, 1 get 2 ഫ്രീ ആണ്. 10,000ത്തേക്ക് 10 സെക്കൻഡ്. അത്ര ഈ ചാക്ക് കെട്ടി വെച്ചതാ. buy 1 get 2